നോബഡി 2 റിലീസായിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ കണ്ടു. സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ഒരു ആക്ഷൻ എന്റർടൈൻമെന്റ് മൂവി തന്നെയാണ് നോബഡി 2. സെക്കൻഡ് പാർട്ടിലേക്ക് വന്നപ്പോൾ ഫസ്റ്റ് പാർട്ടിന്റെ ആ ഒരു ലെവല് കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഈ സിനിമയിലും മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആക്ഷൻ സീക്വൻസുകൾ തന്നെയാണ്. ഫസ്റ്റ് പാർട്ടിലെ പോലെ തന്നെ ആ ഒരു ആക്ഷൻ സീക്വൻസും അതിന്റെ ഒരു ബിൽഡപ്പും അതിന്റെ എക്സിക്യൂഷനൊക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു പോസിറ്റീവായിട്ട് തന്നെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് ബോബ് ഒഡൻക്രിക്ക് അവതരിപ്പിച്ച ഹച്ച് എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പൊ നോബഡി ഫസ്റ്റ് കണ്ടവർക്ക് അറിയാം, പുള്ളി FBI ഒരു ഓഫീസർ ആയിരുന്നു. പുള്ളി ആ ജോലിയൊക്കെ മതിയാക്കി സ്വസ്ഥമായിട്ട് ഫാമിലി ആയിട്ട് ജീവിച്ച് വരികയായിരുന്നു. അപ്പോഴാണ് ഒരു പ്രശ്നം ഉണ്ടായി. പിന്നെ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ഇൻസിഡന്റ് വന്നത്. അപ്പൊ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ഹച്ച് ഇത്തവണ ഫാമിലിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഇവര് ഒരു വാട്ടർ തീം പാർക്കിലേക്ക് വെക്കേഷന് പോവുകയാണ്. അപ്പൊ പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറയുന്ന പോലെ പുള്ളിക്ക് അവിടെയും പ്രശ്നങ്ങൾ തന്നെയാണ്. പിന്നീട് അത് എങ്ങനെ പുള്ളി ഫാമിലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് എങ്ങനെ സോൾവ് ചെയ്യുന്നു, അത് എങ്ങനെ അവരുടെ ജീവിതം മാറ്റിമറിക്കുന്നു എന്നുള്ളതൊക്കെയാണ് നോബഡി 2 പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് പോലെ തന്നെ 1.5 മണിക്കൂർ തന്നെ ഈ സിനിമയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ട ഒരാളാണെങ്കിൽ നമ്മൾ സെക്കൻഡ് പാർട്ട് കാണുമ്പോൾ ഒരു സീനിന്റെ ബിൽഡപ്പ് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അടുത്തത് എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഈ പുള്ളി എന്ത് ചെയ്ത് കൂട്ടും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റിൽ നമുക്ക് ഇന്ന് സിനിമ കണ്ടിരിക്കാൻ പറ്റും. അപ്പൊ ഈ സിനിമയിൽ എനിക്കൊരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വന്ന ഒരു ക്ലൈമാക്സ് പോർഷൻ ആണ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ ആ ക്ലൈമാക്സ് പോർഷനും അതിന്റെ ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ആ ക്ലൈമാക്സിലേക്കുള്ള ബിൽഡപ്പും സെറ്റപ്പും ഒക്കെ നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫൈറ്റും അത്യാവശ്യം കൊള്ളായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ആ ഫൈറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത്ര ഒരു ഗംഭീരമായിട്ട് തോന്നിയില്ല ക്ലൈമാക്സിലെ ഫൈറ്റ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ശരിക്കും ഒരു സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ക്യാരക്ടറാണ് ഹച്ച് എന്ന് പറയുന്നത്. ജോൺ വിക്കിനെയൊക്കെ പോലെ തന്നെ. ശരിക്കും നോബഡി ഫസ്റ്റ് കണ്ടവര് ആ ക്യാരക്ടറിനെ അത്രയും ഇഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പൊ നോബഡി 2 വരുമ്പോഴും ആ ക്യാരക്ടറിന്റെ നേച്ചർ നമുക്കറിയാം. ഏത് സിറ്റുവേഷനിലായിരിക്കും പുള്ളി പൊട്ടിത്തെറിക്കാൻ പോണേന്നുള്ളത്, പിന്നെ പുള്ളി ഏത് അറ്റം വരെ എന്ത് കാര്യത്തിനും പോകുന്നുള്ളതും എല്ലാം നമുക്കറിയാം. അപ്പോ നോബഡി ഫസ്റ്റ് കണ്ടവർക്ക് മെയിൻ ക്യാരക്ടറായ ഹച്ചിന്റെ അത്രയും ഇഷ്ടപ്പെട്ട വേറൊരു കഥാപാത്രം കൂടി ഉണ്ടാവും. ഹച്ചിന്റെ ഫാദർ ആയിട്ട് വരുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. നായകൻ എത്രത്തോളം അപകടകാരിയാണോ നായകന്റെ അച്ഛൻ അതിലും അപകടകാരിയാണ്. അപ്പോൾ ഫസ്റ്റ് കണ്ടവർക്ക് അറിയാം പുള്ളിയുടെ ആ ഒരു ഷോയും ഷോട്ട് ഗൺ ആയിട്ടുള്ള സംഭവമൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ നോബഡി 2 പുള്ളി ഉണ്ട്. പുള്ളിയും ഇതിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അച്ഛന്റെ ഒരു ബ്രദറും ഉണ്ട്. അപ്പൊ ക്ലൈമാക്സ് പോർഷനിലേക്കൊക്കെ വരുമ്പോൾ ഇവരെല്ലാരും കൂടി വന്നിട്ട് നല്ലൊരു ബിൽഡപ്പ് ആയിരുന്നു അത്. അപ്പൊ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഫസ്റ്റിന്റെ അത്രയും വരില്ലെങ്കിലും ഒരു വാച്ചബിൾ മൂവി ആയിട്ട് തന്നെ കാണാൻ പറ്റുന്ന ഒരു ഫിലിമാണ് നോബഡി 2. അപ്പൊ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമന്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ സന്തോഷം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.